നമസ്കാരം. നമ്മളുടെ ക്ലാസ്സിലേക്ക് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. നമ്മൾ ഓഗസ്റ്റ് മുതലുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മളുടെ ഇതിനെ സംബന്ധിച്ചിടത്തോളം, ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളം കറണ്ട് അഫയേഴ്സ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അപ്പോൾ ഞാൻ മുമ്പ് ക്ലാസ്സുകളിൽ സൂചിപ്പിച്ചിരുന്നു, കറണ്ട് അഫയേഴ്സിൽ കൂടുതൽ ഫോക്കസ് നൽകണമെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. എനിവേ ഞാൻ എന്തായാലും ഓഗസ്റ്റ് തൊട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സുകൾ നിങ്ങളോട് പരാമർശിച്ച്, നിങ്ങൾക്കത് അറിയാത്തതാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം എന്ത് ചെയ്യുക, ഒന്ന് ശ്രദ്ധിക്കുക. അറിയാത്തത് നോട്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രമിക്കാം. 2019 10 പൊതുമേഖലാ ബാങ്കുകളെയൊക്കെ ലയിപ്പിച്ചുകൊണ്ട് 4 ബാങ്കുകളാക്കാൻ തീരുമാനിച്ചിരുന്നു. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓറിയന്റൽ ബാങ്ക്, യുണൈറ്റഡ് ബാങ്ക്, ഈ 2 ബാങ്കുകളെയും പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് ലയിപ്പിക്കുവാനാണ് തീരുമാനിച്ചത്. അതുപോലെ തന്നെ സിൻഡിറ്റിക് ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ബാങ്ക് ഉണ്ട്, നിങ്ങൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അതിൻ്റെ ATM കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും യൂണിയൻ ബാങ്കിൽ ലയിപ്പിക്കും. അലഹാബാദ് ബാങ്ക് ഉണ്ടല്ലോ, അത് ഇന്ത്യൻ ബാങ്കിൽ എന്ത് ചെയ്യും, ലയിപ്പിക്കും. അപ്പോൾ ഈ ലയനം എന്നൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ മൊത്തത്തിൽ 12 ബാങ്കുകളാവും. നമ്മളുടെ ദേശീയ ബാങ്കുകൾ, നാഷണലൈസ്ഡ് ബാങ്കുകൾ 12 ബാങ്കുകളായിട്ട് മാറും. അപ്പോൾ ഇതാണ് ബാങ്കുകളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. ശ്രദ്ധിക്കണം. പഞ്ചാബ് നാഷണൽ ബാങ്കിന് മുമ്പത്തെ പേരെന്തൊക്കെയാണ്? ഇമ്പീരിയൽ ബാങ്ക് എന്നായിരുന്നു. പിന്നെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട്, ബാങ്കുകളുടെ മുമ്പത്തെ പേരും മറ്റുമൊക്കെ എന്ത് ചെയ്യുക, പഠിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് 14 ബാങ്കുകൾ നാഷണലൈസ്ഡ് ബന്ധപ്പെട്ട വിവരങ്ങളും ഒക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ അതിൻ്റെ PDF നിങ്ങൾക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ കുറിച്ചിട്ടുള്ള, ബാങ്കിങ് സംവിധാനത്തെ കുറിച്ചിട്ടുള്ള PDF ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതുമായി ബന്ധപ്പെട്ട അധികം ക്ലാസ്സുകൾ പിന്നെ പോകണമെന്ന് വെച്ചത്. കാരണം നിങ്ങൾക്ക് തന്നെ അതിൽ കൂടെ പഠിക്കാൻ പറ്റുന്ന വിഷയമായതുകൊണ്ട്. അപ്പോൾ ഇനി അടുത്തത് വരുന്നത് ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ 2019 ഓവറോൾ കിരീടം നേടിയത് കേരളമാണ്. ദേശീയ അന്തർ സംസ്ഥാന സീനിയർ അത്ലറ്റിക് മീറ്റിൽ ഓവറോൾ കിരീടം 2019 നേടിയത് കേരളമാണ്. അതുപോലെ തന്നെ വ്യോമസേനയിൽ ഫ്ലൈറ്റ് കമാൻഡർ ആകുന്ന ആദ്യ വനിത, വിംഗ് കമാൻഡർ ഷെരീസ ദാമി എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ആദ്യമായിട്ട് വ്യോമസേനയുടെ ഫ്ലൈറ്റ് കമാൻഡർ ആകുന്ന ആദ്യ വനിത. അതുപോലെ തന്നെ ഇനി അടുത്തത് 2019 കുറച്ച് പുതുക്കിയ നിരക്കുകൾ വന്നിട്ടുണ്ട്. അതായത് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 5000 രൂപയാക്കി 5000 രൂപയാക്കി ഉയർത്തി, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ. അതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്നതിനിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചാൽ 10000 രൂപ വരെ ഫൈൻ ഉയർത്തി. ഇത് 2019 സെപ്റ്റംബർ 1 മുതൽ നിലവിൽ വന്ന പുതിയ ഫൈനുകളാണ്. മദ്യപിച്ച് ലഹരിക്ക് അടിമപ്പെട്ട് വാഹനം ഓടിച്ചാൽ 10000 രൂപയാണ് ഫൈൻ വരുന്നത്. അതുപോലെ തന്നെ പ്രായപൂർത്തിയാകാത്തവർ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ 25,000 രൂപ പിഴ വരുന്നുണ്ട്. ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 1000 രൂപ, ഇൻഷുറൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 2000 രൂപ. ഇതാണ് പുതുക്കിയ നിരക്കുകൾ.
അതുപോലെ തന്നെ 2019 നെഹ്റു ട്രോഫി വള്ളംകളി ചാമ്പ്യന്മാരാണ്. നടുഭാഗം ചൂണ്ടൻ. മനസ്സിലാക്കുക, 2019 നെഹ്റു ട്രോഫി വള്ളംകളി ചാമ്പ്യന്മാർ എന്ന് പറയുന്നത് നടുഭാഗം ചൂണ്ടനാണ്. അതായത് പള്ളുരുത്തിയിലെ ഒരു ബോട്ട് ക്ലബ്ബാണ് ഈ നടുഭാഗം ചുണ്ടൻ എന്ന് പറയുന്നത്. പള്ളുരുത്തിയിലെ ഒരു ബോട്ട് ക്ലബ്ബാണ്. ഈ ക്ലബ്ബുകളാണ് ഇങ്ങനെയുള്ള മത്സരങ്ങളിലൊക്കെ എന്ത് ചെയ്യാറുള്ളത്, പങ്കെടുക്കാറുള്ളത്. കാരണം അവർ പ്രത്യേകിച്ച് ഈ പള്ളുരുത്തി അങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഏകദേശം പുഴയോട് അടുത്ത് കിടക്കുന്ന ആളുകളൊക്കെ ആകുമ്പോഴാണ് അവിടെ അങ്ങനെ ക്ലബ്ബ് രൂപീകരിക്കുന്നത്, അവരിങ്ങനെ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതൊക്കെ വരുന്നത്. അടുത്തത് IPL മാതൃകയിൽ വള്ളംകളിക്കായി ആരംഭിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗിലെ ആദ്യ മത്സരവേദിയായ നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്താൽ മനസ്സിലായില്ലേ? IPL മാതൃകയിൽ വള്ളംകളിക്കായി ആരംഭിച്ച ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അല്ലെ, CBL എന്നാണ് അതിൻ്റെ ചുരുക്കപ്പേര്. IPL എന്ന് പറയുന്ന പോലെ CBL. ആദ്യ മത്സരവേദിയായ നെഹ്റു ട്രോഫി വള്ളംകളി ഉദ്ഘാടനം ചെയ്തത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു അത് ഉദ്ഘാടനം ചെയ്തത്. അതുപോലെ തന്നെ പുതിയതായിട്ട് നമ്മളുടെ ഗവർണർമാരെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ആ ടൈമിൽ. ഈ ആരൊക്കെയാണെന്ന് നോക്കാം. കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ, കേരളത്തിലെ ഗവർണർ ഇപ്പോഴും അദ്ദേഹം തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ പേര് മനസ്സിലാക്കുക. തെലങ്കാന ഡോക്ടർ തമിഴ്സൈ സൗന്ദരരാജൻ, ഡോക്ടർ തമിഴ്സൈ സൗന്ദരരാജനാണ്, അതൊന്ന് മനസ്സിലാക്കുക. മഹാരാഷ്ട്രയിലെ ഭഗത് സിംഗ് കോഷിയാണ്. ഹിമാചൽ പ്രദേശിലെ ബന്ദാരു ദത്താത്രേയ എന്ന് പറയുന്ന ബന്ദാരു ദത്താത്രേയ എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ കൽരാജ് മിശ്രയാണ് രാജസ്ഥാനിലെ ഗവർണർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്തിടെ അന്തരിച്ച പ്രശസ്ത പുല്ലാങ്കുഴൽ വാദകനായ വ്യക്തി, ഈ അടുത്ത് അതായത് 2019 അന്തരിച്ച പ്രശസ്ത പുല്ലാങ്കുഴൽ വാദകനായ വ്യക്തി ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ. മനസ്സിലായില്ലേ? ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണനാണ്. അതുപോലെ തന്നെ സ്വതന്ത്ര സമര സേനാനി PV സ്വാമിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം 2019 ലഭിച്ചതാർക്കായിരുന്നു? മമ്മൂട്ടിക്കാണ്. പ്രശസ്ത സിനിമാ നടനായ മമ്മൂട്ടിക്കാണ് അത് കിട്ടിയത്. അതായത് സ്വതന്ത്ര സമര സേനാനി PV സ്വാമിയുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം 2019 ആരംഭിച്ചത്, അത് ആദ്യമായിട്ട് ആരംഭിക്കുകയും അത് ആദ്യമായിട്ട് കിട്ടുകയും ചെയ്തത് മമ്മൂട്ടിക്കായിരുന്നു. പ്രശസ്ത നമ്മുടെ സിനിമാ നടനായ മമ്മൂട്ടിക്കാണ് അത് കിട്ടിയത്. അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് വിക്കറ്റ് നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ താരം, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് വിക്കറ്റ് നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ താരം എന്ന് പറയുന്നത് ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കാണ്. ജസ്പ്രീത് ബുംറ എന്ന് പറയുന്ന ഒരു കളിക്കാരനാണ് ഇന്ത്യയിലെ മൂന്നാമത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൽ, ടെസ്റ്റ് വൺ ഡേയിലല്ല കേട്ടോ, ടെസ്റ്റ് ക്രിക്കറ്റിൽ ഹാട്രിക് വിക്കറ്റ് നേടുന്നത്. അതുപോലെ തന്നെ ദി റിപ്പബ്ലിക്കൻ എത്തിക് എന്ന ആരുടെ പ്രസംഗങ്ങളുടെ സമാഹാരമാണ്? അതായത് റിപ്പബ്ലിക്കൻ എത്തിക് എന്നത് ആരുടെ പ്രസംഗങ്ങളുടെ സമയം? രാംനാഥ് കോവിന്ദ്. നമുക്ക് അദ്ദേഹത്തെ അറിയാം, ആരാണെന്ന് അറിയാം. രാംനാഥ് കോവിന്ദിൻ്റെതാണ് ദി റിപ്പബ്ലിക്കൻ എത്തിക് എന്ന പ്രസംഗ സമാഹാരം. ഇന്ത്യയും US-ഉം ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനമായ യുദ്ധ് അഭ്യാസ് 2019 എവിടെ വെച്ചാണ് നടന്നത്? ഒന്ന് മനസ്സിലാക്കുക. ഇന്ത്യയും US-ഉം ചേർന്നുള്ള സംയുക്ത സൈനിക പരിശീലനമായ യുദ്ധ് അഭ്യാസ് 2019 എവിടെ വെച്ചാണ് നടന്നത്? വാഷിംഗ്ടണിൽ വെച്ചാണ് നടന്നത്. മനസ്സിലായില്ലേ? ഇന്ത്യയും US-ഉം തമ്മിലുള്ളത്. രാജ്യത്തെ ആദ്യ ഗ്രീൻഫീൽഡ് സ്മാർട്ട് ഇന്റർസിറ്റിയിൽ സിറ്റി തുടങ്ങിയത് എവിടെയാണ്?
ആദ്യമായിട്ട് ഗ്രീൻഫീൽഡ് സ്മാർട്ട് ഇന്നർ സിറ്റിയിൽ സിറ്റി തുടങ്ങിയത് എന്ന പദ്ധതിയിൽ സിറ്റി തുടങ്ങിയത് എവിടെയാണ്? ഔറംഗാബാദിലാണ്. ഏത് അന്താരാഷ്ട്ര യൂണിയനുമായി ചേർന്നാണ് ഇന്ത്യ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് രൂപം നൽകിയത്? ഏത് അന്താരാഷ്ട്ര യൂണിയനുമായി ചേർന്നാണ് ഇന്ത്യ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിന് രൂപം നൽകിയത്? ആസിയാനുമായി ചേർന്നിട്ടാണ്. 2019 അന്തരിച്ച റോബർട്ട് മുഗാബെ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? 2019 അന്തരിച്ച റോബർട്ട് മുഗാബെ ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? സിംബാബ്വേയുടെ ആണ്. കേരളത്തിലെ പുതിയ ഗവർണറായ ആരിഫ് മുഹമ്മദ് ഖാൻ ഏത് സംസ്ഥാനത്ത് നിന്നുള്ള ആളാണ്? മനസ്സിലാക്കുക. ആരിഫ് മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് മറ്റേ ചരിത്ര കോൺഫറൻസിലേക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവിടുത്തെ ഇർഫാൻ ഹബീബുമായിട്ടൊക്കെ ഇഷ്യൂസ് നമ്മൾ ടി വിയിലും ചാനലിലൊക്കെ ചർച്ചകൾ കണ്ടതാണ്. ഇർഫാൻ ഹബീബിനെ വിമർശിക്കുകയും അങ്ങനെ 1-2 പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതായിട്ട് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒന്ന് മനസ്സിലാക്കിയിരിക്കുക, ആരിഫ് മുഹമ്മദ് ഖാൻ എന്നത് BJPയുടെ നേതാവായിരുന്നു. അവസാന കാലത്ത് കോൺഗ്രസിലുണ്ടായിരുന്നു. അതിനുശേഷം വേറെ പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിൽ നിന്ന് ജനതയിൽ നിന്ന് വന്നു, കോൺഗ്രസിൽ കുടിയേറി, അതിനുശേഷം BJPയിലേക്ക് മാറിയ ഒരു വ്യക്തിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ അവസാന സമയമായപ്പോൾ BJP ഉത്തർപ്രദേശുകാരനാണ്. BJP എന്ത് ചെയ്തു? ഗവർണർ പദവി കൊടുക്കുന്നത്. അത് ഈ കുറച്ച് പ്രായമൊക്കെ ആയി കഴിയുമ്പോൾ പൊളിറ്റിക്കലൊക്കെ ഇത് ചെയ്യാൻ നിൽക്കുന്ന വ്യക്തികൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ആരാണോ അവരോരോ സംസ്ഥാനങ്ങളിലേക്ക് എന്ത് ചെയ്യും? ഷീലാദീക്ഷത്തിനെ കേരളത്തിലേക്ക് ഗവർണറാക്കിയിരുന്നു. അപ്പോൾ അങ്ങനെ ചില വ്യക്തികളൊക്കെ എന്ത് ചെയ്യും? ആക്കി. അപ്പോൾ ഈ പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ്റെ നാട് എന്ന് പറയുന്നത് ഉത്തർപ്രദേശാണ് എന്നുള്ളതാണ്. ദ ഹിന്ദു വേ എന്നത് ആരുടെ പുതിയ പുസ്തകമാണ്? ദ ഹിന്ദു വേ ശശി തരൂരിൻ്റെതാണ്. ദ ഹിന്ദു വേ എന്നത് ശശി തരൂരിൻ്റെ പുസ്തകമാണ്. ശശി തരൂരിൻ്റെ തിരുവനന്തപുരം മണ്ഡലം അവിടെ നിന്ന് വിജയിച്ച വ്യക്തിയാണ്. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് പുതുതായി അനുവദിച്ച 4700 കോടി രൂപയുടെ കാംബെ ഫണ്ട് ഏത് മേഖലയിലുള്ള വികസനത്തിലാണ്? കാംബെ ഫണ്ട് എന്നാണ്. ആ ഫണ്ട് 47,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് പുതിയതായി അനുവദിച്ച 47,000 കോടി രൂപ. അത് ഏത് വികസനത്തിനും? വനവൽക്കരണത്തിനാണ്. കാരണം വനം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. വനനശീകരണവും ഫോറസ്റ്റൈസേഷനൊക്കെ നടക്കുമ്പോൾ ഒരുപാട് വനങ്ങൾ നശിച്ചു പോകുന്നു, വനം വെട്ടിത്തെളിക്കുന്നു. ഇത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ ഭൂമി ഒരു വരണ്ട കാലാവസ്ഥയിലേക്ക് നീങ്ങുവാനുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അതുകൊണ്ടാണ് വനം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും വനം പ്രൊട്ടക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് വിഭാഗങ്ങളൊക്കെ ഉള്ളത്. കേരളത്തിലെ ആദ്യ സാഹസിക വിനോദസഞ്ചാര അക്കാദമി നടപ്പിലാക്കുന്നത് എവിടെയാണ്? ആദ്യ സാഹസിക വിനോദസഞ്ചാര അക്കാദമി അത് ശാസ്താംപാറ എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഒരു പ്രദേശത്താണ്. അവിടെയാണ് സാഹസിക വിനോദസഞ്ചാര അക്കാദമി നടപ്പിലാക്കുന്നത്. BSF ഡയറക്ടർ ജനറലായി നിയമിതനായത് ആരെയാണ്? വിവേക് കുമാർ ജൗഹരിയാണ് BSFന്റെ ഡയറക്ടർ ജനറലായി നിയമിതനായത്. വിവേക് കുമാർ ജൗഹരി. ജാഗ്രത എന്ന ലേഖന സമാഹാരം രചിച്ചത് ആരാണ്? സുഗതകുമാരിയാണ്. ജാഗ്രത എന്ന ലേഖന സമാഹാരം രചിച്ചത് സുഗതകുമാരിയാണ്. US-ലെ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ പദ്ധതി ഏതാണ്? US-ലെ ബിൽ ആൻഡ് മെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷൻ പുരസ്കാരം ലഭിച്ച ഇന്ത്യയിലെ പദ്ധതി സ്വച്ഛ് ഭാരതാണ്. സ്വച്ഛ് ഭാരതിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം അല്ലേ? ഒരുപാട് പദ്ധതികളാണ് സ്വച്ഛ് ഭാരതിൻ്റെ, അഥവാ നാട് മൊത്തം ശുചീകരിക്കുക എന്നുള്ളൊരു പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയാണ് സ്വച്ഛ് ഭാരത് എന്ന് പറയുന്നത്. ഇന്ന് അവരുടെ ഒരുപാട് പ്രൊഡക്റ്റുകളും സ്വച്ഛ് ഭാരതിൻ്റെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ഇറങ്ങുന്നുണ്ട്. ഒരുപാട് പദ്ധതികൾ അതിനു വേണ്ടിയിട്ടുള്ള പുരസ്കാരമാണ് കിട്ടിയിട്ടുള്ളത്.
ജഫ്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാര്? ജഫ്ന അന്താരാഷ്ട്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആജീവനാന്ത പുരസ്കാരം നേടിയ ആദ്യ മലയാളിയാര് VK ജോസഫാണ്. VK ജോസഫ്. അടുത്തിടെ 2019 അന്തരിച്ച കഥകളി ആചാര്യൻ ആരാണ്? കോട്ടക്കൽ ചന്ദ്രശേഖരനാണ്. കഥകളി എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, ഒരുപാട് നാൾ നമ്മളിവിടെ നിലനിന്നിരുന്ന ഒരു സംഭവമായിരുന്നു കഥകളി എന്ന് പറയുന്നതൊക്കെ. പക്ഷേ ഇന്ന് കുറേയൊക്കെ പ്രസക്തമായിക്കൊണ്ടിരിക്കുന്നു. എന്നാലും ടൂറിസ്റ്റുകളൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ നമ്മളുടെ ഇവിടെ. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായതാരാണ്? മിസ്ബാഹുൽ ഹക്ക്. പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലകനായി നിയമിതനായത് ആരാണ്? മിസ്ബാഹുൽ ഹക്കാണ് നിയമിതനായത്. UN കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിക്ക് 2020 വേദിയാകുന്നത് എവിടെയാണ്? ഗ്ലാസ്ഗോയിലാണ്. UN കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിക്ക് 2020 വേദിയാകുന്നത് ഗ്ലാസ്ഗോയിലാണ് എന്നുള്ളതാണ്. ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് 2019 ലഭിച്ചത് ആരാണ്? മൈക്കാവ് ക്ഷീരോത്പാദന സഹകരണ സംഘമാണ്. മൈക്കാവ് ക്ഷീരോത്പാദന സഹകരണ സംഘം. ഡോക്ടർ വർഗീസ് കുര്യനെ സംബന്ധിച്ചിടത്തോളം അറിയാം, അദ്ദേഹം അഥവാ ധവള വിപ്ലവം, അതായത് വൈറ്റ് റവല്യൂഷന്റെ പിതാവായിരുന്നു. ഇന്ത്യയിലെ വൈറ്റ് റവല്യൂഷന്റെ പിതാവായിരുന്നു. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ മൈക്കാവ് ക്ഷീരോത്പാദന സഹകരണം തന്നെ ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയ ഒരു സഹകരണ സംഘമാണ്. അതുകൊണ്ടാണ് ആ അവാർഡ് അവർക്ക് കിട്ടിയത്. കാശ്മീരിന്റെ കഥ പറയുന്ന S മഹാദേവൻ തമ്പി രചിച്ച നോവൽ ഏതാണ്? കാശ്മീരിന്റെ കഥ പറയുന്ന S മഹാദേവൻ തമ്പി രചിച്ച നോവലാണ് ആസാദി എന്ന് പറയുന്ന നോവൽ. ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് നേടിയതാരാണ്? റഷീദ് ഖാനാണ്. അഫ്ഗാനിസ്ഥാനായി ടെസ്റ്റ് ക്രിക്കറ്റിൽ ആദ്യ സെഞ്ചുറി നേടിയതാരാണ്? റഹ്മത്ത് ഷായാണ്. ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക്കിന് എന്നു മുതലാണ് കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയത്? നമുക്കറിയാം അല്ല, ഇന്ന് കടകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിറ്റ് കിട്ടില്ല. ഒക്ടോബർ 2 മുതലാണ് ഇത് നിരോധിച്ചത്. അതായത് കിറ്റ് ഒറ്റത്തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഇത്ര മൈക്രോ ഇതുള്ള കപ്പാസിറ്റിയുള്ള കവറിന് അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് കളയണം എന്ന് പറഞ്ഞിട്ട് വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചൊരു മാറ്റമായിരുന്നു. കാരണം ഒരു ബദൽ സംവിധാനം ആവിഷ്കരിക്കാതെ പെട്ടെന്ന് എടുത്തു കളയുന്ന ഒരു സമ്പ്രദായമാണ് സർക്കാർ നടപ്പിലാക്കിയത്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുണ്ട്. കാരണം കടകളിലൊക്കെ പണ്ട് നമ്മൾ പോകുമ്പോഴേ കിറ്റിൽ സാധനം ഇട്ട് പോരെ. ഇപ്പം നമുക്ക് പേപ്പറിൽ പൊതിഞ്ഞ് നമ്മൾ ചിലപ്പോൾ കാറിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ചെറിയ 2 വീലറിലും അല്ലെങ്കിൽ മറ്റേതിലൊക്കെ ആണെങ്കിൽ എന്നാണ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. കാരണം ആ ഒരു മാറ്റം അത് ഒക്ടോബർ 2-നാണ് ആ മാറ്റം കൊണ്ടുവന്നത്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് ആരെയാണ്? വിജയ് കുമാർ ചോപ്രയാണ്. പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് വിജയ് കുമാർ ചോപ്ര. അടുത്തിടെ അന്തരിച്ച ക്രിക്കറ്റ് താരമായ അബ്ദുൽ ഖാദർ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് കളിച്ചത്? അടുത്തിടെ അന്തരിച്ച ക്രിക്കറ്റ് താരമായ അബ്ദുൽ ഖാദർ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് കളിച്ചത്? അബ്ദുൽ ഖാദർ കളിച്ചത് പാകിസ്ഥാന് വേണ്ടിയാണ്. അന്താരാഷ്ട്ര 2020 ക്രിക്കറ്റിൽ 100 വിക്കറ്റ് എടുത്ത ആദ്യ പുരുഷ താരം ആരാണ്? ലസിത് മലിംഗയാണ്. കേളപ്പം പുരസ്കാരം 2019 നേടിയത് MP സൂര്യദാസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് RCEP കരാറിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചൈന, ഇന്ത്യ, ദക്ഷിണ കൊറിയ, ജപ്പാൻ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ASEAN രാജ്യങ്ങളാണ് വരുന്നത്. അടുത്തത് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8-നാണ്. സാഫ് അണ്ടർ 15 ഫുട്ബോൾ കിരീടം 2019 നേടിയത് ഇന്ത്യയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, ഫുട്ബോളിൽ
ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പിന്നിലുള്ള രാജ്യമാണ്. ഇന്ത്യ വലിയൊരു മുന്നേറ്റമാണ് ഫുട്ബോളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനം ജക്കാർത്തയിൽ നിന്ന് എവിടേക്കാണ് മാറ്റുന്നത്? ബോർണിയ ദ്വീപിലെ കോളിമെന്റർ നഗരം എന്ന സ്ഥലത്തേക്കാണ് ഇന്തോനേഷ്യയുടെ തലസ്ഥാനം നിലവിൽ മാറ്റുന്നത്. 2016 രൂപം കൊണ്ട മലയാള പുരസ്കാര സമിതി ഏർപ്പെടുത്തിയ മികച്ച സിനിമക്കുള്ള മലയാളി പുരസ്കാരം 2019 ലഭിച്ചത് ഉയരെ എന്ന് പറയുന്ന സിനിമക്കാണ്. മനസ്സിലാകുക, ഉയരെ എന്ന് പറയുന്ന സിനിമക്കാണ് 2019 മലയാള പുരസ്കാര സമിതി ഏർപ്പെടുത്തിയ മികച്ച സിനിമക്കുള്ള വളരെ പ്രശസ്തമായ സിനിമയാണ്. കാരണം ഒരു പെൺകുട്ടി അവര് ഇത് എയർ ക്രാഫ്റ്റ് പഠിക്കാൻ പോയ ശേഷം അവരെ പിന്നെ ആസിഡ് ആക്രമിക്കുന്നു. ഒരുപാട് പെൺകുട്ടികൾക്ക് ലോകത്തിൽ സംഭവിക്കുന്ന ഒരു സംഭവമാണ്. ആസിഡ് ആക്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ഫേസ് ഒക്കെ വികൃതമാവും. അവരെ ആക്രമിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സംഗതിയായിട്ട് കണക്കാക്കുന്നതാണ്. ആസിഡ് അറ്റാക്കുമായി ബന്ധപ്പെട്ട് പറയുന്ന സിനിമയാണത്. ഏകതാ പ്രവാസി സംഗീത ഭാരതി പുരസ്കാരം നേടിയ സംഗീതജ്ഞൻ ആയങ്കുടി മണിയാണ്. അടുത്തത് US ഓപ്പൺ ആണ്. 2019 നമുക്കറിയാം, ടെന്നീസ് എന്ന് പറയുന്നത് ലോകത്തിലെ മികച്ച ഒരു കളിയാണ്. പ്രത്യേകിച്ച് വലിയ വലിയ രാഷ്ട്രങ്ങളിലെ ടെന്നീസ് കളി എന്ന് പറയുന്നത് മികച്ചൊരു കളിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിൽ പുരുഷ വിഭാഗം ചാമ്പ്യൻ റഫേൽ നദാലാണ്. റണ്ണറപ്പ് ഡനിൽ മെദ്വദേവ്. അതുപോലെ തന്നെ വനിതാ വിഭാഗം ചാമ്പ്യൻ ബിയാൻകെ വസന്തി ആന്ത്രിസ്ക്യൂ എന്ന് പറയുന്ന സ്ത്രീയാണ്. റണ്ണറപ്പ് സെറീന വില്യംസ് ആണ്. സെറീന വില്യംസിന് എല്ലാവർക്കും പരിചിതമായിരിക്കും. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 21ാം നൂറ്റാണ്ടിൽ ജനിച്ച US ഓപ്പൺ നേടുന്ന ആദ്യ താരമാണ് ബിയൻക വനേസ ആന്ത്രിസ് എന്ന് പറയുന്നിട്ടുള്ള പെൺകുട്ടി. അടുത്തൊരു അന്തരിച്ച പ്രമുഖ നിയമജ്ഞനായിരുന്നു രാംജിത്ത് മീലാനി എന്ന് പറയുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രി കൂടിയായിരുന്നു. സാഹിത്യ അക്കാദമി മേഖലയിലെ സമഗ്ര സംഭാവനകൾക്കുള്ള കമലാ സുരയ്യ അവാർഡ് 2019 നേടിയതാരാണ്? OV ഉഷയാണ്. ഞാൻ മുമ്പ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിരുന്നു. പ്രമുഖ ആളുകളുടെ പേരിൽ എന്ത് ചെയ്യാറുണ്ട്? അവാർഡുകൾ ഏർപ്പെടുത്താറുണ്ട്. ഇന്ത്യയിലെ വനിതകളുടെ ആഗോള വ്യാപാര കേന്ദ്രമായിട്ട് പുതിയൊരു സ്ഥലം ആരംഭിക്കാൻ ഉദ്ദേശിക്കുകയാണ്. കോഴിക്കോടാണത്. വളരെ സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു വ്യാപാര കേന്ദ്രം, അവർ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യാപാര കേന്ദ്രം കോഴിക്കോട് ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ത്യ ആൻഡ് നെതർലാൻഡ് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് വേണു രാജാമണിയാണ്. ഇന്ത്യ ആൻഡ് നെതർലാൻഡ് പാസ്റ്റ് പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് വേണു രാജാമണി. സിമ്പിൾ രജിസ്ട്രേഷൻ സിസ്റ്റത്തിന്റെ ഏറ്റവും പുതിയ കണക്കെടുപ്പിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളമാണ്. ആയുർദൈർഘ്യത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ, അതുപോലെ തന്നെ ജനനമരണ നിരക്കിന്റെ കാര്യത്തിലൊക്കെ വലിയ അതായത് ആഗോള മാനവ വികസന സൂചികകളെല്ലാം തന്നെ ലോകത്തിലെ വികസന രാജ്യങ്ങളുടെ അത്രയും കടപിടിക്കുന്ന വികസന രാജ്യങ്ങളോളമുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അടുത്തിടെ തൃശ്ശൂരിൽ കണ്ടെത്തി കേരളത്തിലെ 520ാമത്തെ ഇനം പക്ഷി എന്ന് പറയുന്നത് അമേരിക്കൻ പൊന്മണൽ കോഴി എന്ന് പറയുന്നിട്ടുള്ള പക്ഷിയാണ്. അമേരിക്കൻ പൊന്മണൽ കോഴി എന്നിട്ടുള്ള പക്ഷിയാണ് 523ാമത്തെ പക്ഷിയായി കേരളത്തിൽ കണ്ടെത്തിയത്. 2020 ക്രിക്കറ്റിൽ 2 ഹാട്രിക് നേടിയ ആദ്യ ബൗളർ ആരാണ്? ലസിത് മലിംഗയാണ്. 2 ഹാട്രിക് നേടിയ ലസിത് മലിംഗയാണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ഏത് ട്രെയിനാണ് ശ്രീലങ്കയിൽ ഓടിത്തുടങ്ങിയത്? വളരെ ഫേമസ് ആണ്. ഇന്ത്യയിൽ നിർമ്മിച്ച ഏത് ട്രെയിനാണ് ശ്രീലങ്കയിൽ ഓടിത്തുടങ്ങിയത്? പുലാത്തിസി എക്സ്പ്രസ് എന്ന് പറയുന്നിട്ടുള്ള പുലാത്തിസി എക്സ്പ്രസ് ആണ് ആ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓസോൺ പാളിക്ക് അപകടകരമായ ഏത് വാതകമാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കാച്ചിൽ കണ്ടെത്തിയത്? ബ്രോമിൻ മോണോക്സൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമാണ് ഗുജറാത്തിലെ റാൻ ഓഫ് കാച്ചിൽ കണ്ടെത്തിയത്. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് വിരാട് കോഹ്ലിയാണ്. വളരെ ഇതാണ് നമ്മളുടെ മഹേന്ദ്ര സിംഗ് ധോണിക്ക് ശേഷം വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻസി ഉള്ള ഒരു വ്യക്തിയായിരുന്നു വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. ഒരുപാട് മത്സരങ്ങളിലേക്ക് ജയത്തിലേക്ക് നയിച്ച ഒരു ക്യാപ്റ്റനാണ് വിരാട് കോഹ്ലി എന്ന് പറയുന്നത്. സൗരയൂഥത്തിന് പുറത്തുള്ള ഏത് ഗ്രഹത്തിലാണ് അടുത്ത ജലസാന്നിധ്യം കണ്ടെത്തിയത്? K2-18b. K2-18b എന്ന സൗരയൂഥ ഏത് ഗ്രഹത്തിലാണ് ജലസാന്നിധ്യം? K2-18b എന്ന് പറഞ്ഞിട്ടുള്ള സൗരയൂഥത്തിന് പുറത്തുള്ള ഒരു ഗ്രഹത്തിലാണ്. വെള്ളായണി കായലിൽ നടന്ന 45ാമത് അയ്യങ്കാളി ജലോത്സവത്തിന്റെ ചാമ്പ്യൻ ആരാണ്?
നടുഭാഗം ചുണ്ടനാണ്. വെള്ളായണി കായലിൽ നടന്ന 45ാമത് അയ്യങ്കാളി ജലോത്സവത്തിലെ ചാമ്പ്യന്മാരാണ് നടുഭാഗം ചുണ്ടൻ. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസറായി നിയമിതനായത് PK സിൻഹയാണ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ അഡ്വൈസറായി നിയമിതനായത് PK സിൻഹ. 2020 നടക്കുന്ന അണ്ടർ 17 വനിതാ ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി അണ്ടർ 17 വനിതാ ലോക ഫുട്ബോളിന്റെ വേദി എന്താണ്? ഇന്ത്യയാണ്. പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിതനായത് ഡോക്ടർ PK മിശ്രയാണ് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായിട്ട് നിയമിതനായത്. അതുപോലെ തന്നെ മേത്ഹരി അംലേകുഞ്ചി വാതക പൈപ്പ് ലൈൻ ഇന്ത്യയിൽ ഏത് അയൽ രാജ്യത്തേക്കുള്ളതാണ്? മോത്തിഹാരി അംലേകുഞ്ചി എന്ന വാതക പൈപ്പ് ലൈൻ ഇന്ത്യയിൽ നിന്ന് ഏത് രാജ്യത്തേക്കുള്ളതാണ്? നേപ്പാളിലേക്കാണത്. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം പണി കഴിപ്പിക്കുന്നത് എവിടെയാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയം ഇന്ത്യയിൽ പണി കഴിപ്പിക്കാൻ പോവുകയാണ്. അത് പണി കഴിപ്പിക്കുന്നത് ഗുജറാത്തിലാണ്. മൊട്ടേര സ്റ്റേഡിയം എന്ന് പറയുന്ന സ്റ്റേഡിയമാണ്. ഗുജറാത്തിലെ സ്റ്റേഡിയത്തിലാണ് പണി കഴിപ്പിക്കുന്നത്. ശ്രീലങ്കയിൽ നിന്ന് അണ്ടർ 19 ഏഷ്യൻ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ശ്രീലങ്കയിൽ നടന്ന അണ്ടർ 19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയത് ഇന്ത്യയാണ്. ഹരിയാനയിലെ കായിക സർവകലാശാലയിലെ ആദ്യത്തെ ചാൻസലറായിട്ട് നിയമിതനായത്. ഹരിയാനയിൽ കുറച്ചും കൂടി ആളുകൾ എന്ന് പറഞ്ഞാൽ സ്പോർട്സിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്. അവിടെ ഒരു കാർഷിക സർവകലാശാല സ്പോർട്സ് യൂണിവേഴ്സിറ്റി ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ചാൻസലറായിട്ട് നിയമിതനായത് കപിൽ ദേവാണ്. ഇന്ത്യയുടെ പ്രഥമ വനിതാ മിലിറ്ററി നയതന്ത്രജ്ഞനായി നിയമിതയായത് അഞ്ജലി സിംഗ് ആണ്. ലെ ലോക ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണ്? 32 years ആൻഡ് ഹീലിംഗ്. അത് സെപ്റ്റംബർ 16 ആ പ്രമേയം എന്ത് ചെയ്ത് ഇറക്കുന്നത്. ലോക റെയിൽവേ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ 2019 ലോക റെയിൽവേ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ 2019 കിരീടം നേടിയത് ഇന്ത്യയാണ്. വിയറ്റ്നാം ഓപ്പൺ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 2019 പുരുഷ വിഭാഗം ജേതാവായ ഇന്ത്യക്കാരാണ്? സൗരജ് വർമ്മയാണ് പുരുഷ വിഭാഗം ജേതാവായ ഇന്ത്യക്കാരൻ. അതുപോലെ തന്നെ ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചതിൻ്റെ എത്രാമത്തെ വാർഷികമാണ് 2019 ആഘോഷിച്ചത്? 60ാം വാർഷികമായിരുന്നു 2019 ആഘോഷിച്ചത്. ചൈനയിൽ നടന്ന ഫിബ ബാസ്കറ്റ്ബോൾ ലോകകപ്പ് കിരീടം നേടിയത് 2019 നേടിയതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയിനാണ്. അതുപോലെ തന്നെ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ പുതിയ ചെയർമാൻ ആരാണ്? ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷന്റെ പുതിയ ചെയർമാൻ മധുകർ കാമത്താണ് പുതിയ അതിന്റെ ചെയർമാൻ. 2019 ലോക കാലാവസ്ഥ യുവജന ഉച്ചകോടി നടന്ന എവിടെയാണ്? 2019 ലോക കാലാവസ്ഥ യുവജന ഉച്ചകോടി നടന്നത് ന്യൂയോർക്കിലാണ്. ലോക കാലാവസ്ഥ യുവജന ഉച്ചകോടി നടന്നത് ന്യൂയോർക്കിലാണ്. അപകടത്തിൽപ്പെട്ടവരെ ഉടനടിയിൽ ആശുപത്രിയിൽ എത്തിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ തുടങ്ങിയ സൗജന്യ ആംബുലൻസ് സേവന പദ്ധതിയുടെ പേരെന്താണ്? അപകടത്തിൽപ്പെട്ടവരെ ഉടനടി ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിനായി സൗജന്യ ആംബുലൻസ് സേവന പദ്ധതിയുടെ പേരാണ് കനിവ് എന്ന് പറയുന്നത്. നമ്മൾ കേട്ടു ആ പദ്ധതിയെക്കുറിച്ച്. ഒരുപാട് ആംബുലൻസുകൾ അതിനു വേണ്ടി ഇവിടെ ഇറക്കിയിട്ടുണ്ട്. ഗവേഷണ പ്രബന്ധം പകർത്തി എഴുതിയതാണോ എന്ന് പരിശോധിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കിയ സോഫ്റ്റ്വെയറിന്റെ പേര് അല്ലെ?
ഒരുപാട് പേര് PhD എടുക്കുന്നു. PhD എടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നു. ഇപ്പോൾ കോളേജുകളിൽ പ്രിൻസിപ്പൾ വേണ്ടിയ ക്വാളിഫിക്കേഷൻ PhD എടുത്തിരിക്കണം എന്നുള്ളതാണ്. ടീച്ചേഴ്സിനും അതേ ക്വാളിഫിക്കേഷൻ ഇപ്പോൾ ഇനി തൊട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഒരുപാട് ഗവേഷകർ, ഒരുപാട് അധ്യാപകരാവിനൊക്കെ എന്ത് ചെയ്യും, ഗവേഷണം ചെയ്യും. അപ്പോൾ ആ ഗവേഷണങ്ങളുടെ വിഷയം, ശ്രദ്ധിക്കേണ്ട വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരുപാട് പ്രബന്ധങ്ങൾ എഴുതും. ചില പ്രബന്ധങ്ങൾ നീ കോപ്പി അടിച്ചൊക്കെ എന്ത് ചെയ്തു, വർക്ക് ചെയ്യാതെ കോപ്പി അടിച്ച് 3-4 വർഷം തട്ടിക്കൂട്ടിയൊക്കെ എഴുതിയ ശേഷം എന്ത് ചെയ്യുക, പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഷോദ് ശുദ്ധി എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ തയ്യാറാക്കിയത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുതുതായി ഏർപ്പെടുത്തുന്ന സർദാർ പട്ടേൽ ഏകതാ പുരസ്കാരം ഏത് മേഖലയിലുള്ള മികവിനുള്ളത്? ദേശീയോദ്ഗ്രഥനം എന്ന മേഖലയ്ക്കാണ് ആ അവാർഡ് എന്ത് ചെയ്യുന്നത്, കൊടുക്കുന്നത്. അണ്ടർ-19 ഏഷ്യ ക്രിക്കറ്റ് കിരീടം നേടിയത് അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് കിരീടം 2019 നേടിയത് ഇന്ത്യയാണ്. ഫൈനലിൽ ബംഗ്ലാദേശിനെ എന്ത് ചെയ്തത്, പരാജയപ്പെടുത്തിയത്. അർബുദ നിയന്ത്രണ പരിപാടിക്ക് ഏത് രാജ്യത്തിനാണ് കേരള സർക്കാർ സഹായം നൽകാൻ തീരുമാനിച്ചത്? മാലദ്വീപിനാണ് കേരള സർക്കാർ അർബുദ നിയന്ത്രണ പരിപാടിക്ക് സഹായം നൽകാൻ തീരുമാനിച്ചത്. RSSന്റെ പിന്തുണയോടെ വിശ്വ ഹിന്ദു പരിഷത്ത് സ്ഥാപിക്കുന്ന ആദ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത്? RSS എന്ന് പറയുന്ന സംഘടനയുടെ പിന്തുണയോടെ വിശ്വ ഹിന്ദു പരിഷത്ത് സ്ഥാപിക്കുന്ന ആദ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഗുരുഗ്രാമിലാണ്. 2019 നടന്ന ആഷസ് ടെസ്റ്റ് പരമ്പരയിൽ മാൻ ഓഫ് ദ സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റീവൻ സ്മിത്ത് ആണ്. 2019 നിന്ന് ആഷസ് ടെസ്റ്റ് പരമ്പരയിൽ മാൻ ഓഫ് ദ സീരീസ് ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് സ്റ്റീഫൻ സ്മിത്ത് ആണ്. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ തുടർച്ചയായി 12 വിജയങ്ങൾ നേടി റെക്കോർഡ് കരസ്ഥമാക്കിയ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. അണ്ടർ T20 ക്രിക്കറ്റിൽ തുടർച്ചയായി 12 വിജയങ്ങൾ നേടി റെക്കോർഡ് കരസ്ഥമാക്കിയ രാജ്യം അഫ്ഗാനിസ്ഥാനാണ്. 2019 സെപ്റ്റംബറിൽ കമ്മീഷൻ ചെയ്യുന്ന ഇന്ത്യയുടെ രണ്ടാമത്തെ സ്കോർപിൻ ക്ലാസ് മുങ്ങിക്കപ്പൽ ഏതാണ്? INS ഗന്ധേരിയാണ് ആ മുങ്ങിക്കപ്പൽ. UN ആസ്ഥാനത്ത് നടക്കുന്ന പ്രഥമ യുവജന കാലാവസ്ഥ ഉച്ചകോടിക്ക് പങ്കെടുക്കാൻ അവസരം ലഭിച്ച ഏക ഇന്ത്യക്കാരനും മലയാളിയുമായ വ്യക്തി PR വിഷ്ണുവാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ദീൻദയാൽ ഉപാധ്യായ സശക്തി കിരൺ പുരസ്കാരം ലഭിച്ച ജില്ലാ പഞ്ചായത്ത്? ദീൻദയാൽ ഉപാധ്യായ ആ പുരസ്കാരം ലഭിച്ചത് തിരുവനന്തപുരത്തിനാണ്. സുപ്രീം കോടതിയിൽ പുതിയതായി 4 ജഡ്ജിമാരെ നിയമിച്ചതിനെ തുടർന്ന് ആകെ ജഡ്ജിമാരുടെ എണ്ണം എത്രയായി? 34 ഇപ്പൊ ടോട്ടൽ ജഡ്ജിമാരുടെ എണ്ണം. US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായത് റോബർട്ട് ഒബ്രിയൻ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. (2019) മുതൽ എല്ലാ വർഷവും ലോക രോഗി സുരക്ഷാ ദിനമായി ആചരിക്കാൻ WHO തീരുമാനിച്ച ദിനം സെപ്റ്റംബർ 17 2020 ഓസ്കാർ നോമിനേഷൻ ഇടം നേടിയ ഇന്ത്യൻ ഡോക്യുമെന്ററി
മോർട്ടിബാഗ് എന്ന് പറയുന്നിട്ടുള്ള ഡോക്യുമെന്ററിക്കാണ് 2020 ഓസ്കാർ നോമിനേഷൻ നേടിയ ഇന്ത്യൻ ഡോക്യുമെന്ററി. 2020 വിന്റർ ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ബിങ് ദിൻ ഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒന്നാണ്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ രാജ്യത്ത് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ് അല്ലെ. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ രാജ്യത്ത് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും ഒരു വർഷത്തേക്ക് ബൗളിംഗ് വിലക്ക് അടുത്തിടെ ലഭിച്ച ശ്രീലങ്കൻ താരം അഖില ധഞ്ചയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലെയറിനാണ് ആ വിലക്ക് ലഭിച്ചത്. 2019 ഫിഫ അവാർഡ് ആർക്കൊക്കെയാണ് നോക്കാം. മികച്ച താരം ലയണൽ മെസ്സി, മികച്ച വനിതാ താരം മെഗൻ റാപ്പിനോ, മികച്ച ഗോൾ കീപ്പർ അലീസൺ ബേക്കർ, മികച്ച ഗോൾ പുരസ്കാരം മികച്ച പരിശീലകൻ യർസൻ ക്ലോപ്പ്, ലിവർപൂളിന്റെ പരിശീലകനാണത്. 2020 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം. 2020 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർഷമായി തീരുമാനിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന എന്ന് പറയുന്നത്. തോഴി എന്ന പേരിൽ പ്രത്യേക പോലീസ് സേന രൂപീകരിച്ച പ്രസ്ഥാനം. തോഴി എന്ന പേരിൽ പ്രത്യേക പോലീസ് സേന രൂപവൽക്കരിച്ച സംസ്ഥാനം തമിഴ്നാടാണ് അല്ലെ. തോഴി എന്ന പേരിൽ പോലീസ് സേന രൂപീകരിച്ച് തമിഴ്നാടാണ്. ലോക അൽഷിമേഴ്സ് ദിനം 2019 സെപ്റ്റംബർ 21 അല്ലെ. അതിന്റെ പ്രമേയം എന്തായിരുന്നു? റൈസിംഗ് അവയർനെസ് ആൻഡ് ചാലഞ്ചിങ് സ്റ്റിഗ്മ. റൈസിംഗ് അവയർനെസ് ആൻഡ് ചാലഞ്ചിങ് സ്റ്റിഗ്മ എന്നായിരുന്നു അതിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാൻ ബൈരാഗി എന്ന ആരുടെ ജീവിതത്തെ ആസ്പദമാക്കി പുറത്തിറങ്ങുന്ന ചലച്ചിത്രമാണ്. മാൻ ബൈരാഗി എന്നത് ആരുടെ ജീവിതത്തിന് ആസ്പദമായി പുറത്തിറങ്ങുന്ന നരേന്ദ്രമോദിയാണ്. 2019 മുതൽ എല്ലാ വർഷവും ലോക രോഗി സുരക്ഷാ ദിനമായി ആചരിക്കാൻ WHO തീരുമാനിച്ച ദിവസമാണ് സെപ്റ്റംബർ 17 എന്ന് പറയുന്നത്. നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ രാജ്യത്ത് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ സോളാർ പാർക്ക് നിലവിൽ വരുന്നത് ഗുജറാത്തിലാണ്. കള്ളപ്പണ നിരോധന ട്രൈബ്യൂണൽ അധ്യക്ഷനായി നിയമിതനായത് ജസ്റ്റിസ് സുനിൽ കൗറാണ് കള്ളപ്പണ നിരോധന ട്രൈബ്യൂണൽ അധ്യക്ഷനായി നിയമിതനായത്. യൂറോപ്പിലെ മികച്ച ഫുട്ബോൾ താരത്തിനുള്ള യുവേക പുരസ്കാരം 2019 നേടിയത് വിർജിൽ വാന്തയക് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. കേരള ഹൈക്കോടതിയുടെ പുതിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആരാണ്? സികെ അബ്ദുറഹിമാണ്. സ്വച്ഛ് ഭാരത ലോക സർവകലാശാല ഇന്ത്യയിൽ എവിടെയാണ് പണി കഴിപ്പിക്കുന്നത്? സ്വച്ഛ് ഭാരത് എന്ന ലോക സർവകലാശാല ഇന്ത്യയിൽ പണി കഴിപ്പിക്കുന്നത് വാർധയിലാണ്. അന്താരാഷ്ട്ര സമാധാന ദിനത്തിന്റെ പ്രമേയം ക്ലൈമറ്റ് ആക്ഷൻ ഫോർ പീസ് എന്നുള്ളതാണ്. പത്രപ്രവർത്തകനുള്ള പ്രഥമ ഗൗരി ലങ്കേഷ് പുരസ്കാരം നേടിയത് രവീഷ് കുമാറാണ്. ഗൗരി ലങ്കേഷിന് നമുക്കറിയാം സംഘപരിവാർ ശക്തികൾ കൊലപ്പെടുത്തിയ ഒരു വ്യക്തിയായിരുന്നു. 2019 അന്താരാഷ്ട്ര ആംഗ്യ ഭാഷാദിന പ്രമേയം എന്ന് പറയുന്നത് സൈൻ ലാംഗ്വേജ് റൈറ്റ് ഫോർ ഓൾ എന്നുള്ളതാണ്. വള്ളത്തോൾ സാഹിത്യ അക്കാദമി നൽകുന്ന കീർത്തിമുദ്ര പുരസ്കാരത്തിന് 2019 അർഹനായത് KG ചന്ദ്രശേഖർ നായരാണ്. പി ഭാസ്കർ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ മിസ് കുമാരി പുരസ്കാരം 2019 നേടിയത് പാർവതി തിരുവോത്താണ്. ഇന്ത്യൻ വ്യോമസേനയുടെ പുതിയ മേധാവിയായി നിയമിതനായത് RKS ബദൌരിയ ആണ്. ഹിമാലയത്തിന്റെ ഒഡീസി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് MP വീരേന്ദ്രകുമാറാണ്. ഔൾ എന്ന മലയാള ചിത്രത്തിന്റെ സംവിധായകൻ ഷാജി N കരുണാണ്. ഐക്യരാഷ്ട്രസഭയുടെ സാമൂഹിക കാര്യ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പ്രകാരം വിദേശത്തുനിന്ന് കുടിയേറിയവരുടെ എണ്ണത്തിൽ 1ാം സ്ഥാനം ഏത് രാജ്യക്കാർക്കാണ്? ഇന്ത്യക്കാർക്കാണ് 1ാം സ്ഥാനം വരുന്നത്. ലോക ഗുപ്തി ചാമ്പ്യൻഷിപ്പ് 2019 വേദിയായത് കസാഖിസ്ഥാനാണ്.
ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 2019 53 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടി ടോക്കിയോ ഒളിമ്പിക്സ് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ ഗുസ്തി താരം വിനയ് ഫോർട്ടാണ്. 2019 ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയ ഇന്ത്യൻ താരം ദീപക് പുനിയ. 2020 ഓസ്കാർ നാമനിർദ്ദേശം ലഭ്യമായ ഇന്ത്യൻ സിനിമ ഗല്ലി ബോയ്, അതായത് അദ്ദേഹത്തിന്റെ സംവിധായകൻ സോയ അക്തർ ആയിരുന്നു ആ സിനിമയുടെ സംവിധാനം. ഗല്ലി ബോയിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 2019 വേദിയാകുന്നത് ദോഹയിലാണ്. ഇന്ത്യൻ ന്യൂസ് പേപ്പർ സൊസൈറ്റി പ്രസിഡന്റായി നിയമിതരായത് ശൈലേഷ് ഗുപ്തയാണ്. ന്യൂസ് ബ്രോഡ്കാസ്റ്റേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റായി നിയമിതരായത് രജത് ശർമ്മയാണ്. 2018 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് അമിതാഭ് ബച്ചനാണ്. 2018 ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയത് അമിതാഭ് ബച്ചനാണ്. 2019 ഡോക്ടർ പൽപ് പുരസ്കാരത്തിന് അർഹരായത് PV ചന്ദ്രനാണ്. ഇന്ത്യയിലെ പ്രഥമ സെൻട്രൽ പോലീസ് യൂണിവേഴ്സിറ്റി നിലവിൽ വരുന്നത് ഗ്രേറ്റർ നോയിഡ, ഉത്തർപ്രദേശിലാണ്. കൊച്ചി മെട്രോയുടെ MD ആയി നിയമിതനായത് അൽകേഷ് കുമാർ ശർമ്മയാണ്. അതുപോലെ തന്നെ പുരുഷ വനിതാ വിഭാഗങ്ങളിൽ അന്താരാഷ്ട്ര 20 ക്രിക്കറ്റിൽ അരങ്ങേറി ഏറ്റവും പ്രായം കുറഞ്ഞ താരം എന്ന് പറയുന്നത് ഷഫാലി വർമ്മയാണ്. അന്താരാഷ്ട്ര നാണയനിധിയുടെ തലവനായി നിയമിതനായത് ക്രിസ്റ്റലിംഗ ജോർജീവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. 2019 ശാന്തി സ്വരൂപ് ഭട്നാഗർ പുരസ്കാരം ലഭിച്ചവരിൽ ഉൾപ്പെടുന്ന മലയാളികൾ RB സുനീജ്, K സായി കൃഷ്ണൻ എന്നിവരാണ്. അടുത്തിടെ പ്രവർത്തനം അവസാനിപ്പിച്ച ചൈനയിലെ ആദ്യ വിമാനത്താവളം ഞാൻയുവാൻ എന്ന് പറയുന്നിട്ടുള്ള ഒരു വിമാനത്താവളം ചൈനയിൽ പ്രവർത്തനം ആരംഭിച്ചു. ദോഹയിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ആദ്യ സ്വർണ്ണ കരസ്ഥമാക്കിയത് റൂത്ത് ജെപ്ന ജെറ്റീഷ് എന്ന് പറയുന്ന കെനിയക്കാരാണ്. റൂത്ത് ജെപ്ന ജെറ്റീഷ് എന്ന് പറയുന്ന ചൈനക്കാരിയാണ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണം കരസ്ഥമാക്കിയത്. ലോകത്തിൽ ആദ്യത്തെ ശീതീകരിച്ച ഓപ്പൺ എയർ സ്റ്റേഡിയം ഖലീഫ രാജ്യാന്തര സ്റ്റേഡിയം ദോഹ, ദുബായിലാണുള്ളത്. രാജ്യത്തെ ഏതെങ്കിലും ഒരു സംസ്ഥാന ക്രിക്കറ്റ് ബോർഡിന്റെ അധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യ വനിത, ഏതെങ്കിലും ഒരു സംസ്ഥാന ക്രിക്കറ്റ് ബോർഡിന്റെ ആദ്യ വനിത രൂപ ഗുരുനാഥ്, തമിഴ്നാട് ക്രിക്കറ്റ് അസോസിയേഷന്റെ ഹെഡായിട്ടാണ് അവരെത്തുന്നത്. മികച്ച ടൂറിസം ആസ്ഥാനത്തിനുള്ള കേന്ദ്ര വിനോദസഞ്ചാര വകുപ്പിന്റെ പുരസ്കാരം ലഭിച്ചത് ആന്ധ്രാപ്രദേശിനാണ്. സെപ്റ്റംബർ 19 നടന്ന പാലാ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥി മാണി സി കാപ്പനാണ്. LDF സ്ഥാനാർത്ഥിയാണ്. അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകൻ ലാൻ കുസ്നർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. MP ബിർള അവാർഡ് 2019 നേടിയ ഭൗതിക ശാസ്ത്രജ്ഞൻ താണു പത്മനാഭനാണ്. കര, വ്യോമ, നാവിക സേനകളുടെ സംയുക്ത തലവനായി സ്ഥാനമേറ്റത് ബിപിൻ റാവത്താണ്. 60ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് 2019 വേദിയായത് കാസർഗോഡാണ്. അതുപോലെ തന്നെ 2019 വയലാർ അവാർഡ് ജേതാവ് VJ ജെയിംസ് ആണ്. നോവൽ നിരീക്ഷകൻ എന്ന് പറഞ്ഞ നോവലിനാണ് അദ്ദേഹം ജേതാവായത്. അടുത്തിടെ അന്തരിച്ച മുൻ വിദേശകാര്യ സെക്രട്ടറി KPS മേനോനാണ്. 2019 ലോക വിനോദസഞ്ചാര ദിനത്തിന്റെ പ്രമേയം ടൂറിസം ആൻഡ് ജോബ്സ് ആൻഡ് ബെറ്റർ ഫ്യൂച്ചർ ഫോർ ഓൾ. സുഭാഷ് ചന്ദ്രബോസിന്റെ നിരോധാനം പ്രമേയമായി പുറത്തിറങ്ങുന്ന സിനിമ എന്ന് പറയുന്നത് ഗുംനാമിയാണ്. അന്താരാഷ്ട്ര സ്പേസ് സ്റ്റേഷനിലെത്തിയ ആദ്യ അറബ് വംശജൻ ഹസ അൽ മൻസൂരിയാണ്. കന്നിമാസത്തിലെ മകം നാളിൽ നെല്ലിന്റെ ജന്മദിനമായി ആചരിച്ച പൊതുവിദ്യാഭ്യാസ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് നടത്തിയ പരിപാടിയാണ് പാഠം 1 പാടത്തേക്ക് എന്ന് പറഞ്ഞ പരിപാടി. ഒക്ടോബർ 13 വത്തിക്കാൻ സിറ്റിയിൽ ഫ്രാൻസിസ് മാർപ്പോ വിശുദ്ധനായി പ്രഖ്യാപിച്ച മലയാളി സിസ്റ്റർ മറിയം ത്രേസ്യയാണ്. ദോഹയിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഏറ്റവും വേഗമേ താരങ്ങളായത് സ്വർണ്ണ മെഡൽ നേടിയത് പുരുഷ താരം ക്രിസ്റ്റൽ കോൾമാൻ USA, വനിതാ താരം ഷെല്ലി ആൻഡ് ഫ്രോസ എന്ന സ്ത്രീയാണ്. Under 18 സാഫ് ഫുട്ബോൾ ലോകകപ്പിൽ 2019 ചാമ്പ്യന്മാരായത് ഇന്ത്യയാണ്.
ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര മെഡൽ നേടുന്ന പ്രായം കൂടിയ താരം ജാവോ വിയേറയാണ്. 2019 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായത് കണ്ണൂരാണ്. ബോജ് മെട്രോ എന്ന പുനർനാമകരണം ചെയ്ത ഇന്ത്യയിലെ മെട്രോ ഭോപ്പാൽ മെട്രോയാണ്. ഇതാണ് സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു അപ്ഡേഷനും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒക്ടോബർ മാസം നമുക്ക് ഡിസ്കസ് ചെയ്യാം.